റിസർമി.ന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഊട്ടിയിലാണ്. ഊട്ടിയിലെ മെയിൻ ടൗണിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഹോം സ്റ്റേയിൽ എത്താൻ സാധിക്കും. ഏകദേശം 12 റൂമുകൾ അടങ്ങുന്ന, അതിൽ ഫാമിലി, കപ്പിൾസ്, ബാച്ചിലേഴ്സ് എല്ലാവർക്കും സ്റ്റേ ചെയ്യാൻ സാധിക്കുന്ന ടൈപ്പ് ഓഫ് റൂംസ് ഉള്ള ഒരു ഹോം സ്റ്റേ ആണിത്. ഈ ഒരു ഹോം സ്റ്റേ ഒരു ഹിൽ ടോപ്പിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഗംഭീരമായിട്ടുള്ള വ്യൂ ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഹോം സ്റ്റേയുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ ഈ ഒരു ഹോം സ്റ്റേയുടെ നേരെ ഫ്രണ്ട് സൈഡിലാണ് അവർ ഈ ഒരു സ്വിങ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സ്വിങ് നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഫ്രണ്ടിലുള്ള ടൗൺ കംപ്ലീറ്റ് ഇവിടുന്ന് കാണാൻ പറ്റും. അത്തരത്തിലുള്ളൊരു വ്യൂ കിട്ടുന്ന രീതിയിലാണ് അവർ ഈ ഒരു സ്വിങ് കൊടുത്തിട്ടുള്ളത്. നൈറ്റ് ഈ കാണുന്ന വേലിയിലൊക്കെ കംപ്ലീറ്റ് LED കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളി ആംബിയൻസ് ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇപ്പോഴും ദൂരത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇപ്പോഴും ഫോഗ് അടിച്ച് കയറിക്കൊണ്ടിരിക്കും കേട്ടോ. അത്തരത്തിലുള്ളൊരു ഹിൽ ടോപ്പിലാണ് ഈ ഒരു ഹോം സ്റ്റേ ഉള്ളത്. നമുക്കിനി ഇവിടുത്തെ റൂംസും അതിലെ ഫെസിലിറ്റീസൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇതാണ് ഇവിടുത്തെ റിസപ്ഷൻ. നിങ്ങൾ കയറി വരുന്ന സമയത്ത് ID പ്രൂഫൊക്കെ സബ്മിറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഏത് റൂമാണോ റിസർവ് ചെയ്തിട്ടുള്ളത് ആ റൂമിൻ്റെ കീയും കാര്യങ്ങളൊക്കെ അവർ തരും. നിങ്ങൾക്ക് നേരെ റൂമിലേക്ക് പോകാം. ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ആവശ്യത്തിന് നല്ലൊരു സ്പേസ് ഉള്ളൊരു ഹാളിൽ നമ്മളെത്തി. ഇവിടെ നിങ്ങൾക്ക് ചെയറൊക്കെ കൊടുത്തിരിക്കുന്ന കാണാം. ചെറിയ ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് ഇവിടെ ഇരുന്ന് നിങ്ങൾക്ക് ടീ ഒക്കെ കുടിക്കാൻ പറ്റും. പിന്നെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റോ മറ്റു കാര്യങ്ങളൊന്നും അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് സ്റ്റേ മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓൺലൈൻ ഡെലിവറി ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ആദ്യത്തെ റൂമിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഗ്രൗണ്ട് ഫ്ലോറിൽ കൊടുത്തിരിക്കുന്ന ആദ്യത്തെ റൂമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു റൂമിൽ കയറി വരുമ്പോൾ തന്നെ ആവശ്യത്തിനുള്ളൊരു സ്പേസ് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഫാമിലിക്കാണെങ്കിലും ഫ്രണ്ട്സിനൊക്കെ ആണെങ്കിലും ഏകദേശം 3-4 പേർക്കൊക്കെ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന വലുപ്പമുള്ളൊരു ബെഡാണ് അവർ ഈ റൂമിൽ കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ വളരെ വൃത്തിയായിട്ടും നീറ്റായിട്ടും അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ റൂമിൽ കൊടുത്തിരിക്കുന്ന മറ്റ് അമ്യൂണിറ്റീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു മിനി ടേബിളും അതിൻ്റെ കൂടെ ഒരു ഇലക്ട്രിക് കെറ്റിലും കൊടുത്തിട്ടുണ്ട്. നമുക്ക് രാവിലെ കോഫിയൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അത് യൂസ്ഫുൾ ആണ്. പിന്നെ വെള്ളം, അതേപോലെ തന്നെ 2 ഗ്ലാസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബെഡിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഫേസ് ആയിട്ട് നമുക്കൊരു TVയും അവർ പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. പിന്നെ ഈ ഭാഗത്തായിട്ട് ചെറിയൊരു വേസ്റ്റ് ബിന്നും കൂടെ കൊടുത്തിട്ടുണ്ട്. വേസ്റ്റൊക്കെ പ്രോപ്പറായിട്ട് അതിൽ തന്നെ കൊടുക്കാം. ഇനി അടുത്ത പോർഷൻ ഈ ഭാഗത്ത് ചെറിയൊരു ഹാള് വരുന്നുണ്ട്, അതും കൂടെ കാണിച്ചു തരാം. ഈ ഒരു കോമൺ ഹാളിൽ ഒരു മിറർ സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ തന്നെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂമൊക്കെ വളരെ നല്ല ക്ലീൻ ആയിട്ടും നീറ്റായിട്ടും അതേപോലെ ഡ്രൈ ആയിട്ടും അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് തണുപ്പ് പ്രശ്നമുള്ളവർക്ക് വാട്ടർ ഹീറ്ററും കൂടെ അവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു 2 BH ആണ്. അതിലെ 2ാമത്തെ റൂമാണ് ഇപ്പോൾ കാണുന്നത്. ഇതിൽ അവർ കൊടുത്തിരിക്കുന്നത് ഒരു സിംഗിൾ ബെഡാണ്. എക്സ്ട്രാ പേഴ്സൺ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു റൂം യൂസ്ഫുൾ ആയിരിക്കും. ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഈ റൂം വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ സൈഡിൽ ഒരു ചെറിയ ചെയറും കൂടെ അവർ കൊടുത്തിട്ടുണ്ട്. വേറെ ഫാനോ AC ഒന്നും ഈ റൂമിൽ അവർ കൊടുത്തിട്ടില്ല. ഇത്രയും കാര്യങ്ങളാണ് ആദ്യത്തെ ഗ്രൗണ്ട് ഫ്ലോറിലെ 1ാമത്തെ റൂമിൽ വരുന്ന ഫെസിലിറ്റീസ്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുന്ന സമയത്ത് ടോട്ടൽ 2 റൂമുകളാണ് ഫസ്റ്റ് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത്. അതിന് കോമൺ ആയിട്ടുള്ള ഈ ഒരു ഹാളിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 6 പേർക്കൊക്കെ ഇരിക്കാൻ പറ്റിയ ഒരു ചെറിയ ടേബിളും ചെയറും അവർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യത്തെ റൂമിൽ നോക്കാം. റൂമിലേക്ക് കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും ആവശ്യത്തിൽ കൂടുതലുള്ള സ്പേസ് റൂമിലുണ്ട്. റൂമിൽ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വേസ്റ്റ് ബിൻ ആ ഒരു കോർണറിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബെഡിന് ഓപ്പോസിറ്റായിട്ട് TV കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് മിററും 2 ചെയറും അതേപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇലക്ട്രിക് കെറ്റിൽ 2 ഗ്ലാസ് പിന്നെ കുടിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം, ഇത്രയും കാര്യങ്ങൾ അവർ റൂമിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ബെഡിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ബെഡിന് ആവശ്യത്തിൽ ഉള്ളൊരു വലിപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഏകദേശം 4-5 പേർക്ക്, അഡൾട്ടായിട്ട് വരുന്നവർക്ക് 4-5 പേരൊക്കെ ചേർന്ന് വരുന്ന ഗ്രൂപ്പാണെങ്കിൽ വളരെ കംഫർട്ടബിളായിട്ട് ഈ ഒരു ബെഡിൽ സ്റ്റേ ചെയ്യാൻ സാധിക്കും. ഇതിന് പുറമെ ഈ ഭാഗത്തായിട്ട് ഒരു കിഡ്സ് റൂമും കൂടെ അവർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് കിഡ്സ് റൂം. നിങ്ങളുടെ കൂട്ടത്തിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ റൂം വളരെയധികം യൂസ്ഫുൾ ആവും. ഇനി എക്സ്ട്രാ പേഴ്സൺ ആണെങ്കിലും, അതായത് മുതിർന്നവരാണെങ്കിലും ഒരാൾക്ക് ഈ ഒരു റൂമിൽ സ്റ്റേ ചെയ്യാൻ പറ്റും. ബാത്റൂമിൻ്റെ കാര്യത്തിൽ നോക്കുവാണെങ്കിൽ വളരെ നീറ്റായിട്ടും ഡ്രൈ ആയിട്ടും അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള സ്പേസും ഉണ്ട്. അതേപോലെ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നു. നമ്മളിപ്പോൾ 1ാമത്തെ ഫ്ലോറിലെ 2ാമത്തെ റൂം കാണാൻ പോവാണ്. അതായത് നമ്പർ 9th റൂം. അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ കാണുന്ന ഹാളിലൂടെ നമുക്ക് ബെഡ്റൂമിലേക്ക് കയറാൻ സാധിക്കും. റൂമിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് നല്ല സ്പേസ് ഉള്ള റൂമാണ്. റൂമിൽ എന്തൊക്കെ ഫെസിലിറ്റീസാണ് കൊടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഒരു ഷെൽഫും അതേപോലെ മിററും കാണാൻ പറ്റും. ഈ സൈഡിലായിട്ട് 2 ചെയർ, മിനി ടേബിൾ, അതേപോലെ തന്നെ കുടിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം, 2 ഗ്ലാസ്, ഇത്രയും സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് TVയും കൊടുത്തിട്ടുണ്ട്. ബെഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ അവർ നീറ്റായിട്ട് തന്നെ അവർ ബെഡ് ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം 4-5 പേർക്ക് വരെ വളരെ കംഫർട്ടബിളായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു വലുപ്പമുള്ള ബെഡാണ് അവർ ഈ റൂമിൽ കൊടുത്തിട്ടുള്ളത്. അതേപോലെ ഹൗസ് കീപ്പിങ്ങിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിൽ ഈ
ഫർണിച്ചർ ആയാലും ശരി, ഫ്ലോർ ആയാലും ശരി, എല്ലാം വളരെ ഡസ്റ്റ് ഫ്രീ ആയിട്ടും ക്ലീൻ നീറ്റായിട്ട് അവർ സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ ഈ റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം കൂടെ വരുന്നുണ്ട്. ഞാൻ അതും കൂടെ കാണിച്ചു തരാം. ബാത്റൂമും വളരെ നല്ല നീറ്റായിട്ടും ക്ലീനായിട്ടും വളരെ ഡ്രൈ ആയിട്ടും അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഫ്ലഷും അതേപോലെ തന്നെ ടാപ്പും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 9th റൂം നമ്മൾ കണ്ടു കഴിഞ്ഞു. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഈ ഫ്ലോറിൽ തന്നെയുള്ള ഒരു റൂം കൂടെ ഉണ്ട്, നമ്പർ 11th റൂം. നമുക്കതൊന്ന് കണ്ടു. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്പർ 11th റൂമിലാണ്. റൂമിലേക്ക് കയറി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആവശ്യത്തിനുള്ളൊരു സ്പേസ് ഉള്ള റൂമാണ്. ഈ റൂമിൽ ടിവിയും അതേപോലെ തന്നെ 2 ചെയറും മിനി ടേബിൾ, അതേപോലെ കുടിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം, ഇലക്ട്രിക് കെറ്റിൽ, 2 ഗ്ലാസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബെഡിൻ്റെ കാര്യത്തിലേക്ക് നോക്കുവാണെങ്കിൽ ബെഡിൻ്റെ 2 വശങ്ങളിലായിട്ട് ചെറിയ 2 മിനി ടേബിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനോടടുത്ത് തന്നെ ഒരു സൈഡിലായിട്ട് ചെറിയൊരു ചാർജിങ് പോർട്ടും കൂടെ കൊടുത്തിട്ടുണ്ട്. ബെഡിലേക്ക് നോക്കുവാണെങ്കിൽ 2 പേർക്ക് കംഫർട്ടബിളായിട്ട് ഈ ഒരു ബെഡിൽ സ്റ്റേ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഇത് മേക്ക് ചെയ്തിരിക്കുന്നത് വളരെ നല്ല നീറ്റായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഇനി തൊട്ടപ്പുറത്തുള്ള സെക്കൻഡ് റൂം കൂടെ നമുക്കൊന്ന് കാണാം. അതിന് മുമ്പേ ഈ ഒരു റൂമിൽ കോമൺ ആയിട്ട് വരുന്നൊരു ബാത്റൂം കൂടെ ഉണ്ട്. ഞാനതും കൂടെ കാണിച്ചു തരാം. ബാത്റൂമൊക്കെ വളരെ നീറ്റായിട്ടും ക്ലീനായിട്ടും ഡ്രൈ ആയിട്ടും അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാ ബാത്റൂമിലും വാട്ടർ ഹീറ്ററും അവൈലബിൾ ആണ്. സെക്കൻഡ് റൂമിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ നിങ്ങൾക്കൊരു ബെഡ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ചെറിയ സ്പേസ് ഈ റൂമിലുള്ളൂ. 2-3 പേർക്ക് വരെ ഈ ഒരു റൂമിൽ സ്റ്റേ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു മിറർ സ്റ്റാൻഡ് കൂടെ നമുക്ക് കാണാൻ പറ്റും. റൂമിൽ മറ്റ് ഫെസിലിറ്റീസ് ഒന്നുമില്ല, കാരണം കോമൺ റൂം ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഓൾറെഡി ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇപ്പോൾ 2 റൂമിനും കൂടി കോമൺ ആയിട്ടാണ് അവരത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് അടുത്ത റൂമിലേക്ക് പോകാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് സെക്കൻഡ് ഫ്ലോറിലാണ്. ഏകദേശം 4-5 റൂം മൊത്തത്തിൽ ഈ ഒരു ഫ്ലോറിൽ വരുന്നുണ്ട്. അതിൽ നമ്പർ 2 ഉള്ള റൂമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. നമുക്ക് അതിൽ എന്തൊക്കെ ഫെസിലിറ്റീസാണ് കൊടുത്തിട്ടുള്ളതെന്ന് കണ്ടിട്ട് വരാം. നമ്മൾ റൂമിലേക്ക് കയറുമ്പോൾ തന്നെ കറക്റ്റ് മനസ്സിലാവും ആവശ്യത്തിൽ കൂടുതലുള്ള സ്പേസ് നമുക്ക് ഈ ഒരു റൂമിൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ റൂമിൽ കൊടുത്തിരിക്കുന്ന ഫെസിലിറ്റീസ് നോക്കുവാണെങ്കിൽ ബെഡിന് നേരെ ഓപ്പോസിറ്റായിട്ട് TV കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഏരിയയിലായിട്ട് മിനി ടേബിളും 2 ചെയറും നമ്മുടെ ഇലക്ട്രിക് കെറ്റിൽ, അതേപോലെ തന്നെ കുടിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം, 2 ഗ്ലാസ് എന്നിവയാണ് അവർ ഈ റൂമിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഫാനോ AC അങ്ങനത്തെ യാതൊരു കാര്യങ്ങളും ഈ റൂമിൽ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. വളരെ വലിയൊരു ബെഡാണ് അവർ ഈ ഒരു റൂമിൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 4-5 പേർക്ക് കംഫർട്ടബിളായിട്ട് ഈ ഒരു ബെഡിൽ സ്റ്റേ ചെയ്യാൻ സാധിക്കും. പിന്നെ ബെഡിലേക്ക് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ഈ ഒരു മേക്ക് ചെയ്തിരിക്കുന്നത് വളരെ നല്ല നീറ്റായിട്ടും വളരെ പ്രോപ്പറായിട്ടും അവർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു റൂമിന് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഒരു ബാൽക്കണി പോലെ തോന്നിക്കുന്ന ഈ ഒരു ഭാഗത്ത് അവരൊരു എക്സ്ട്രാ ബെഡും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ എക്സ്ട്രാ പേഴ്സൺ വരികയാണെങ്കിൽ അവർക്ക് ഈ ഒരു റൂം വളരെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഈ ഒരു റൂമിൻ്റെ ഹൈലൈറ്റ് പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ അത്യാവശ്യം നമുക്ക് വിൻഡോസിൻ്റെ ഉള്ളിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതും ടൗൺ ഏരിയ കംപ്ലീറ്റ് നമുക്ക് കാണാം. ഇത്രയും ഫെസിലിറ്റീസാണ് ഈ ഒരു നമ്പർ 2 റൂമിൽ അവർ നമുക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റൂമാണ് ഇഷ്ടപ്പെട്ടതെങ്കിൽ ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞങ്ങളുടെ വാട്സപ്പിലേക്ക്, താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പിലേക്ക് അയച്ചു തന്നാൽ മാത്രം മതി. നിങ്ങൾക്ക് ഇവിടെ ബുക്ക് ചെയ്യാൻ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു തരുന്നതായിരിക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ ടെറസിലാണ്. ടെറസിൽ നിന്നും നേരെ മുന്നിലേക്ക് നോക്കിയാൽ കാണുന്ന കാഴ്ച നിങ്ങൾക്ക് തന്നെ നേരിട്ട് കാണാം. ഊട്ടി ടൗൺ ഏകദേശം കംപ്ലീറ്റ് നമുക്ക് ഇവിടുന്ന് കവർ ചെയ്ത് കാണാൻ പറ്റും. ഇനിയിപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞാൽ സൺസെറ്റാണ്. ആ സമയം ആകുമ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ആംബിയൻസ് നമുക്ക് കിട്ടും. ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ഒരു ഭാഗം, ഒഴിഞ്ഞു കിടക്കുന്ന ഈ ഒരു ഭാഗം, പൊതുവേ എല്ലാവരും ഈവനിങ് ടൈമിൽ സൺസെറ്റൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് വന്നിങ്ങനെ വളരെ പീസ്ഫുള്ളായിട്ടിരിക്കും. അപ്പോൾ നിങ്ങളിവിടെ സ്റ്റേ ചെയ്യാൻ വരുന്ന സമയത്ത് ഈവനിങ് ആകുമ്പോൾ, സൺസെറ്റിൻ്റെ ഒക്കെ സമയമാകുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കയറി ഇരുന്നിട്ട് എന്ത് ചെയ്യാം, ഇതൊക്കെ ഈ ടൗൺ കംപ്ലീറ്റ് ആസ്വദിക്കാൻ പറ്റും. അത്തരത്തിലൊരു വ്യൂ നമുക്ക് ഇതിനെ പോകുന്ന കിട്ടും. ഇപ്പോൾ റൂമുകളുടെ എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ വീഡിയോ വീണ്ടും റീവാച്ച് ചെയ്യാം. കാരണം പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും വീഡിയോയുടെ പല ഭാഗങ്ങളായിട്ട് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യരുത്. ഇനി ഇവിടെ ഇത് കൂടാതെ തന്നെ അവർ ബാർബിക്യൂ, അതേപോലെ തന്നെ ക്യാമ്പ് ഫയർ ഫെസിലിറ്റീസും കൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇൻഡിവിജ്വൽ റൂംസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ക്യാമ്പ് ഫയർ വേണമെന്നുണ്ടെങ്കിൽ അത് എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമായിട്ട് അവർ ക്യാമ്പ് ഫയറും ബാർബിക്യൂ ഫെസിലിറ്റീസും അവർ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ എവിടെയാണ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ളതെങ്കിൽ നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഈ ഒരു വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം ആ ഒരു വാട്സപ്പിലേക്ക് അയച്ചു തരിക. നിങ്ങൾ ഫാമിലി ആയാലും കപ്പിൾസ് ആയാലും ബാച്ചിലേഴ്സ് ആണെങ്കിലും ശരി, നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അത് കൃത്യമായിട്ട് വാട്സപ്പിൽ മെൻഷൻ ചെയ്യുക. പിന്നെ ചെക്ക് ഇൻ ഡേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ബുക്ക് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും ഞങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. പിന്നെ ഇത്തരത്തിൽ നല്ല നല്ല റിസോർട്ടുകളുമായിട്ട് ഊട്ടിയിലാണെങ്കിലും വയനാട്ടിലാണെങ്കിലും മറ്റ് സ്ഥലങ്ങളിലായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.